ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും മാഗിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്ത് ഒരു വലിയ സവാള അരിഞ്ഞതിന് ശേഷം പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്കയും സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ അതൊന്ന് വഴറ്റിയെടുക്കും. അതിന് ശേഷം ചെറിയ തീയിലൊക്കെ ഇട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നെടുക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്ക് ഞാനിതൊന്ന് അടച്ചു കൊടുക്കും, പിന്നെ തുറന്നിടും. അങ്ങനെയൊക്കെ കുറച്ച് സമയമായി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഏത്തയ്ക്ക ഉണ്ടല്ലോ പുഴുങ്ങി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിന്ന് പുഴുങ്ങി കഴിച്ചുകൊണ്ടിരുന്നോണ്ടേ രാവിലെ മാഗിയായിരുന്നല്ലേ, അപ്പോൾ ഒരാൾക്ക് വിശപ്പ് കയറി, പ്രൈസം മോന്. അപ്പോൾ അവൻ വന്ന് ചോദിച്ചോണ്ടേ ഞാനൊരു പീസ് അവൻ്റെ വായി വെച്ച് കൊടുത്തോണ്ട് അവൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ ഉണ്ടാക്കി തന്നു. പിന്നെ അവൻ അതുണ്ടാക്കി കൊടുത്ത്. കാരണം ആൾക്ക് മാഗി കഴിച്ചിട്ട് ഇപ്പം വിശപ്പ് തുടങ്ങി, അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ തോരൻ വെക്കുന്നത് നമ്മുടെ കറിക്കായ ഉണ്ടല്ലോ, പൊന്തങ്ക, അതും ചെറുപയറൂടെ ഇട്ട തോരനാണ്. അപ്പം ഞാൻ ചെറുപയർ കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ഇച്ചിരി ചെറിയ ജീരകവും കടുകൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും ഒരു സവാളയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും എല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയും ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒഴിച്ചിട്ട് ഇതിലേക്ക് പയർ മൊത്തത്തിൽ നന്നായി വെന്തിട്ടില്ല, ഇച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളത്തോടു കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കറിക്കായ എളുപ്പം വേവുമല്ലേ, അതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തേക്കണേ. അപ്പോൾ അതൊന്ന് അവിടെ കിടക്കട്ടെ. അതിനുശേഷം ഞാൻ പിന്നെ മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. അപ്പം ഞാൻ മോരിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ പുക പോലെ ആവി പോലെ വരാൻ തുടങ്ങിയുണ്ട്. പിന്നെ അതിലേക്ക് കടുകൂടെ വറുത്ത് ചേർക്കണം. ഞാൻ ഓയിലൊഴിച്ച് ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ട് പിന്നെ ഇച്ചിരി മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം ചേർത്തിപ്പം നമ്മുടെ മോരിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയറും കായൂടെ അടച്ച് വെച്ചേക്കുമായിരുന്നല്ലേ, അതിങ്ങനെ ചെറിയ തീയിൽ ഞാൻ അവിടെ ഇട്ടേക്കുമായിരുന്നു. അതിപ്പം നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതുകൂടെ ഞാനൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോമ്പിനേഷൻ മോരുകറി, ചെറുപയറും പിന്നെ കായൂടിട്ട തോരൻ, മീൻകറി. അപ്പോൾ എൻ്റെ മൂത്ത മോന് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ കോമ്പിനേഷൻ. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.